പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് കാണിച്ചു തരുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 16 തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ഇന്ന് കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് നിരവധിയായ സഹനങ്ങളിലൂടെ കൂടെ നടക്കുന്ന കർത്താവിനെ നാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തുണയായി വരുന്ന ദൈവിക സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. റാണി ചേച്ചി, എന്നാണ്ട് വിശേഷം? ഓഫാണോ ഇന്ന്? അതെ, എനിക്ക് ഓഫാണ്. നമ്മുടെ ബെറ്റി ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട്. തിരക്കില്ലെങ്കിൽ നമുക്കൊന്ന് പോയി കാണാം. അന്ന് നമുക്ക് ബെറ്റി ഒന്ന് കണ്ടിട്ട് നമുക്ക് പറയാം. എന്നാ ഞങ്ങൾ കൂടെ വരുന്നു. വാ, നമുക്ക് ഒന്നിച്ചൊന്ന് പോയി കണ്ടാ. ബെറ്റി എന്നാ ഡിസ്ചാർജ് ആയി വന്നേ? വന്നിട്ട് ഓക്കെ ആയിരിക്കുന്നോ? ഓക്കെ ആയിരിക്കുന്നു. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിന് ഒത്തിരി ഫലം ഉണ്ടായി കേട്ടോ. നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ ദൈവം ഉത്തരം തരായിരുന്നിട്ടുള്ളത് അല്ലേ? ആൾക്കാരെ അയച്ച് സഹായിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി. ബെറ്റി, എനിക്കും ആൻസേച്ചിക്കും കൂടെ ഒരാളെയും കൂടെ കാണാനുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈവനിങ് ഡ്യൂട്ടിയുമാ. അപ്പം ഞങ്ങളെന്നാ പോട്ടെ. റാണി ചേച്ചിയും ബെറ്റിയും കൂടെ സംസാരിച്ചിരിക്കും കേട്ടോ. ബെറ്റിയെ ഞാൻ 10-20 വർഷമായിട്ട് കാണുന്നതാണ്. ബെറ്റി ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബെറ്റിക്ക് 3 പിള്ളേരല്ലേ? എങ്ങനെ ഇതിനെയൊക്കെ തരണം ചെയ്തു? അത് ചേച്ചി, ഞങ്ങൾ പള്ളിയുടെ അടുത്ത വീടായിരുന്നു എൻ്റെത്. അതുകൊണ്ട് ഞങ്ങൾ പേരൻസ് ആണെങ്കിലും ഒക്കെ പള്ളിയിൽ ആക്റ്റീവായിരുന്നു. കാറ്റഗിസവും കൊയറും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ഫാദറാണെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നേരം നിന്നങ്ങ് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൊച്ചു പിള്ളേരല്ലേ, അപ്പം മനസ്സിലായിട്ടില്ല. അതുപോലെ നേഴ്സറിലൊക്കെ പോകുമ്പോൾ വല്യമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്, ആർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ഈശോയെ തള്ളി പറയാൻ പാടില്ല, നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണെ പോലും എന്ന് അമ്മച്ചി പണ്ടൊരു വിത്തിട്ട് തന്നിട്ടുണ്ട്. അത് പിന്നീട് വളർന്നു വന്നപ്പോൾ അത് റോമൻസ് 1 ഞാനത് കണ്ടിട്ടുണ്ട്. സൃഷ്ടി ഒരിക്കലും സൃഷ്ടികർത്താവിനേക്കാൾ വലുതല്ല. അത് തന്നെ. അങ്ങനെ അത് ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ചാപ്പലിൽ വന്നിട്ട് ഈശോയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കുറേ നേരം പ്രതിമ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചുമ്മാ അവരെ അനുകരിക്കാൻ വേണ്ടി അങ്ങനെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഈശോയോട് വർത്താനം പറയാനും ഒക്കെ ആയിട്ടൊരു ചെറിയതായിട്ടൊരു കണക്റ്റഡായി അന്ന് മുതലേ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ പോയി ആരും അറിയാതെ ഈശോയോട് പോയി വർത്താനം പറയും. അന്നൊക്കെ അങ്ങനെ ഈശോ എന്നെ ഒരുക്കുമായിരുന്നു ഈ സഹനങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ബെറ്റിയുടെ മോൻ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി അവൻ പ്രശ്നം എന്തായിരുന്നു? അത് അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ 2 കിഡ്നിയും വീർത്തിരിക്കുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതായത് ഹൈഡ്രോനെഫ്രോസിസ് ആണ്, ബൈലാറ്ററൽ കിഡ്നി, പോസ്റ്റീരിയർ യൂറീത്രൽ വാൽവ് എന്നാണ് അവരന്ന് കാരണം പറഞ്ഞത്. നമുക്ക് അന്നതൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ലേബർ റൂമിൽ നിന്ന് തന്നെ അവനെ മാറ്റി. അവർ കത്തീറ്ററൈസ് മൂത്രം പോകാൻ കത്തീറ്റർ ഇട്ടപ്പോൾ ബ്ലഡും കൂടിയാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആദ്യം. പക്ഷേ 3 പ്രാവശ്യം അവർ ആദ്യത്തെ മാസത്തിൽ തന്നെ അവനെ തിയേറ്ററിൽ കയറ്റി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ ചെല്ലുമ്പം ആദ്യമൊക്കെ ഒരു വല്ലായ്മ തോന്നിയിരുന്നു.
കാരണം ഒത്തിരി ട്യൂബുകളുടെയും ഒക്കെ നടുക്ക് ഇവനിങ്ങനെ കിടക്കുമ്പം ശരിക്കും പറഞ്ഞാൽ കർത്താവ് എനിക്ക് അന്നേരം ഒരു നേഴ്സിൻ്റെ മനസ്സാണ് തന്നത്. ഇല്ല, ഒത്തിരി ട്യൂബ്സിൻ്റെയും മെഷീൻ്റെയും ഒക്കെ കുഞ്ഞി നടുക്ക് കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോൾ എങ്ങനെയാണ് ബെറ്റിക്ക് ഇതൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിച്ചത്? എങ്ങനെയാണ് അത് ബെറ്റി ഉൾക്കൊണ്ടു? ശരിക്കും അന്നേരം കർത്താവ് എന്നിൽ നിന്നൊരു അമ്മയുടെ മനസ്സെടുത്ത് മാറ്റിയിട്ട് ഒരു നേഴ്സിൻ്റെ മനസ്സാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് ഓക്സിജൻ, ECG, പിന്നെ ഐ വി ഫ്ലൂയിഡ്, കത്തീറ്റർ, ഇതൊക്കെ കറക്റ്റ് പ്ലേസിലാണോ എന്ന് ഞാൻ ആദ്യം നോക്കും. പിന്നെ അങ്ങനെ ഒബ്സർവേഷനും അങ്ങനെ ഒരു നേഴ്സ് എങ്ങനെ ശുശ്രൂഷിക്കുമോ അതുപോലെയായിരുന്നു ഞാൻ അന്ന് ശുശ്രൂഷിച്ചത്. ഇപ്പം ഞാൻ ആലോചിക്കുമ്പം എനിക്കത് എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ വാർഡിൽ നിന്ന് കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ കുഞ്ഞിനെ കണ്ടിട്ട് പുറത്ത് പോയി നിന്ന് കരയും. അവരെ ആശ്വസിപ്പിക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. ശരിയാണ്. നമ്മളിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം അമ്മ മാതാവ് തൻ്റെ പുത്രനെയും കൂട്ടി വന്ന് ശരിക്കും നമുക്കിതിന് എല്ലാം ഓവർകം ചെയ്യാനുള്ള കൃപയും അനുഗ്രഹവും തരുന്നുണ്ട്. ശരിക്കും അല്ലേ? അങ്ങനെ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഒരു മാസം കഴിഞ്ഞപ്പോൾ 1-2 മാസം ഞങ്ങൾ കൊച്ചിവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് മോൻ നാട്ടിലേക്ക് പോയതെന്നാണ്? ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ അവനൊരു ന്യൂമോണിയ വന്നു. ഇവിടെ ഒത്തിരി പ്രാവശ്യം ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ പോയെങ്കിലും ചെസ്റ്റിൽ സെക്രീഷൻ ഉണ്ടെന്നല്ലാണ്ട് വേറെ വലുതായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കൊച്ചിനെ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് കസേര ഇരുന്ന് ഉറങ്ങിയിട്ട് പിന്നെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയ ദിവസങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെ കുറച്ച് ദിവസം ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം കൊച്ചിന് സ്വരം പോലും ഇല്ലാതായ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇനി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ടായി. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചു നമുക്കിനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നാട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹസ്ബൻഡ് അവനെയും കൊണ്ട് നാട്ടിലേക്ക് പോയി. ഇപ്പം ബെറ്റിക്ക് ലീവ് കിട്ടിയില്ലേ? എങ്ങനെയാണ് ഹസ്ബൻഡ് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയോ? ഹസ്ബൻഡ് തന്നെ പോയി. കാരണം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പം എനിക്കങ്ങനെ ഉടനെ വീണ്ടും ലീവ് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഇച്ചിരി റിസ്ക് ആയിരുന്നു. സിക്ക് ബേബിയെയും കൊണ്ട് ഫ്ലൈറ്റിൽ യാത്രയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ആയിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ആ റിസ്ക് ഏറ്റെടുത്ത് ഫ്ലൈറ്റിൽ വെച്ച് കൊച്ചു വൊമിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ദൈവം സഹായിച്ച് നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്നിട്ട് നേരെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു ചലഞ്ചായിട്ട് ഞാനിത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാണ് അന്ന് ആ ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു കൊച്ചു കൊളാപ്സാണ്, വെയിലൊന്നും കുത്തിയാൽ കിട്ടത്തില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ശരിക്കും ഞാനും മൂത്ത മോളും മാത്രമേ അന്നേരം ഇവിടെ ഉള്ളൂ. അപ്പം ഞാനും കൊച്ചും കൂടെ കർത്താവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ മുട്ടുകുത്തി ഞങ്ങൾ കൈ പിടിച്ച് പ്രാർത്ഥിക്കുക. എന്തോ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അന്നേരം അറിയത്തില്ല. കാരണം ഈശോയ്ക്ക് അവനെ വേണമെങ്കിൽ എടുത്തോട്ടെ, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തിനും ഞാൻ റെഡിയാണ്. അപ്പം ചുമ്മാ ഈശോയുടെ മുമ്പിൽ കൈയും കൂപ്പി പിടിച്ച് അവനെ ഇങ്ങനെ സമർപ്പിക്കുക, അത്രേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ ദൈവം സഹായിച്ച് അവൻ ഓക്കെ ആയി. അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ഓക്കെ. പിന്നെ മോൻ എന്നാണ് കുവൈറ്റിന് തിരിച്ചു കൊണ്ടുവന്നത്? പിന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നിട്ട് പക്ഷേ എൻ്റെ പേരൻസ് അവനെ തന്ന് വിട്ടില്ല. അവർ അവനെ പൊന്നുപോലെ വളർത്തിയത്. ഇപ്പം 20 വർഷം കഴിഞ്ഞു. എങ്കിലും ഞാൻ ചിലപ്പം നാട്ടിൽ ചെല്ലുമ്പം അവർ പറയാറുണ്ട് എൻ്റെ അമ്മ കാവൽമാലാഹയെ പോലെയാണ് മോനെ നോക്കിയത് എന്ന് നാട്ടുകാർ ഇപ്പോഴും പറയാറുണ്ട്. അത്രയ്ക്കും കെയർ എടുത്താണ് അവനെ വളർത്തിയത്. പിന്നെ സ്കൂളിലൊക്കെ പോകാറായപ്പോഴത്തേക്കും ഞങ്ങൾ അവനെയും കൊണ്ടുവന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും യൂണിഫോം ഇങ്ങനെ വെറ്റായിട്ടിരിക്കുന്നു, യൂറിൻ വന്നിട്ട്. അപ്പോൾ പിന്നെ അവനെ കൂട്ടുകാർ അവനെ കളിയാക്കാൻ തുടങ്ങി. അവൻ്റെ ഇരിക്കരുത്, സ്മെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കുമ്പോൾ അവന് കൊച്ചു കുഞ്ഞല്ലേ, അപ്പോൾ അവനതൊരു വിഷമമൊക്കെ ആയി. അങ്ങനെ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പം പരാതിയും പരിഭവവും ഒക്കെയാണ്. അപ്പം ഞാൻ പറയും നമ്മുടെ മിസ്റ്റേക്കാണ് എന്നൊക്കെ ഒന്ന് ബോധവൽക്കരിച്ച് പിറ്റേ ദിവസം പ്രാർത്ഥിച്ച് കർത്താവേ ഇന്ന് അവൻ കമൻ്റൊന്നും കേൾക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചൊക്കെയാണ് രാവിലെ ഞാൻ അവനെ വിടുന്നത്. എന്നാലും പിള്ളേരല്ലേ, ചേച്ചിക്ക് അറിയാമല്ലോ. തീർച്ചയായിട്ടും എനിക്കും 2 പിള്ളേരുണ്ട്, എനിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ച് നാളെ അപ്പം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എപ്പോഴും കർത്താവെ ഇതിൻ്റെ സജീവ സ്മരണ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സമയത്ത് മാത്രമേ അവനെ സുഖപ്പെടുത്താവുള്ളൂ. കാരണം കുഞ്ഞുനാളിലെ സുഖപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ചിലപ്പം ഭാവിയിൽ അത് ഓർക്കണമെന്നില്ലല്ലോ. അപ്പം പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവെ, അതായത് നമ്മുടെ മാതാവിൻ്റെ നൊവേനെ പറയുന്ന പോലെ തുടർന്ന് സഹിക്കാനാണ് ദൈവത്തിരുമനസ്സെങ്കിൽ സന്തോഷത്തോടെയും ക്ഷമയോടെയും ഈ ഒരു അവസ്ഥ കൊണ്ടുപോകാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണേ. അങ്ങനെയാണ് ഞാൻ അന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാലും ഞാൻ പറയും കർത്താവ്, ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ സുഖപ്പെടുത്തണ്ട, കർത്താവിനൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് മാത്രം സുഖപ്പെടുത്തിയാൽ മതി എന്ന് ഞാൻ ഈശോയോട് പറയുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മുമ്പോട്ട് പോയി.
അത് കഴിഞ്ഞ് അവന് 11 വയസ്സൊക്കെ ആകാറായി. അപ്പോൾ അന്നേരവും പാമ്പർ കെട്ടിയാണ് പോകുന്നത്. മോൻ അന്നേരം പാമ്പർ കെട്ടി സ്കൂളിൽ പോകുമ്പോൾ അസ്വസ്ഥതകളൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയാണ് ബെറ്റി അതിനെയൊക്കെ തരണം ചെയ്ത് മോനെ പാമ്പർ കെട്ടി സ്കൂളിൽ വിട്ടത്? അത് പാമ്പർ കെട്ടി പോകുമ്പോഴും കൂട്ടുകാരൊക്കെ കളിയാക്കുമല്ലോ, അതൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഇപ്പം അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇച്ചിരി വിഷമതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എങ്ങനെയൊക്കെയോ അതൊക്കെ കടന്നു പോയി. അത് കഴിഞ്ഞ് ഇവൻ ചിലപ്പം പാമ്പർ കൊണ്ട് വേസ്റ്റിലിട്ടിട്ട് ഇവനങ്ങ് പോകും. അപ്പം ഞാനിങ്ങനെ അതെടുത്തിട്ട് ഞങ്ങളുടെ ഗ്ലാസ് വിൻഡോയാണ്, അപ്പോൾ അവിടെ കൂടെ നോക്കുമ്പോൾ ആകാശം കാണും. അപ്പം ആകാശം എന്ന് പറയുന്നത് ഒരു ദൈവ സാന്നിധ്യമായിട്ട് എനിക്ക് കൊച്ചിലെ മുതൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഈശോയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. അപ്പം ഞാൻ ഈ പാമ്പർ എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറയും, ഇത്രയും വെയിറ്റ് ഉണ്ട് കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പം എൻ്റെ കണ്ണീരൊക്കെ വരും. അന്നേരം ഞാൻ പറയും. അപ്പം ചിലപ്പോൾ ഞാൻ നല്ല രീതിയിൽ പറയും, ചിലപ്പോൾ ഞാൻ ശേഖരിച്ചോ, ഇതൊക്കെ എടുത്ത് കുപ്പിയിൽ ശേഖരിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഈശോയോട് പരാതിയും പരിഭവമൊക്കെ ഞാനും പറയാറുണ്ട്. എന്നാലും പറയും എൻ്റെ ഇഷ്ടമൊന്നും അല്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ ഇഷ്ടമൊന്നുമല്ല, ഈശോ വിചാരിക്കുന്നത് മാത്രം നടന്നാൽ മതി എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അങ്ങനെ അവന് 11 വയസ്സ് കഴിഞ്ഞു. 12 വയസ്സാകാറായപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ 12 വയസ്സാകുവാണേ, വേറൊന്നുമല്ല ഞാൻ ഓർമ്മിപ്പിക്കുക. കാര്യം ചേച്ചിക്ക് അറിയാമല്ലോ 12 വയസ്സ്. അറിയാം. 12 ഒത്തിരിയേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ബൈബിളിൽ തന്നെയാണേലും ജായിറോസിൻ്റെ മകൾ മരണത്തിൽ നിന്ന് ഈശോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും യേശുവിനെ കാണാതായതും അങ്ങനെ പലതും. അതെ. അപ്പം 12ാമത്തെ വയസ്സായപ്പോഴത്തേക്കും ഇവൻ ഒരു സമ്മർ സീസണിൽ ജൂണിലാണ് അവൻ ജനിച്ചത്. അപ്പം ജൂൺ ആയപ്പോഴത്തേനും ജൂണല്ല, അതിനു മുമ്പ് തന്നെ പാമ്പറിന് വെയിറ്റ് കുറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പിന്നെ ഓർത്തു ജൂണല്ലേ, എല്ലാം വിയർത്തൊക്കെ പോകുമായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മുടെ സമ്മർ സീസൺ കഴിഞ്ഞിട്ടും പാമ്പറിന് വെയിറ്റ് വെക്കുന്നില്ല. അപ്പം ഞാൻ ഇവനോട് ചോദിക്കുമ്പോൾ ഇവന് ഒഴിഞ്ഞു മാറിയൊക്കെ പോയി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് പോവും. അത് കഴിഞ്ഞപ്പം എനിക്ക് പതുക്കെ മനസ്സിലായി ഒന്നുമില്ല, കംപ്ലീറ്റ് അവൻ സുഖപ്പെട്ടു. അതായത് അവൻ്റെ ബർത്ത്ഡേ ജൂണിലാണ്. ആ സമയത്ത് തന്നെ കർത്താവ് അവനെ ഞാൻ പോലും അറിയാതെ സൗഖ്യമാക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, അവനെ പറ്റി കർത്താവിന് എന്തോ ഒരു പ്ലാനുണ്ട്. അതെനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാൻ അന്നൊക്കെ പ്രാർത്ഥിക്കും, കർത്താവെ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരലണമേ. അങ്ങനെ ആ ഒരു സെൻറ്റൻസ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 123 സങ്കീർത്തനം ഇല്ലേ, സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, ദാസന്മാരുടെ കണ്ണുകൾ യജമാന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടാകുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ നോക്കിയിരിക്കുന്നു. കർത്താവെ കരുണ തോന്നണമേ. എനിക്ക് മെമ്മറിയൊക്കെ കുറവാണ്, പക്ഷേ എന്നാലും ആ സമയത്ത് ഞാൻ ആദ്യം പഠിച്ച ഒരു സങ്കീർത്തനമായത്. ഈ സങ്കീർത്തനമായിരുന്നു എൻ്റെ അന്നത്തെ ഒരു പ്രാർത്ഥന. കർത്താവ് അത് കേട്ടു. അങ്ങനെ അവനെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. ഇന്നും അവന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇന്നവൻ ബികോം സൗഖ്യം തന്നു. അതെ, ഇന്നവൻ ഒരു ബികോം സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം നാട്ടിലാണ്. അതെ, കർത്താവ് അനുഗ്രഹിച്ചു. ബെറ്റിയുടെ മോളും മരിയ ഇപ്പം LLBക്ക് പഠിക്കുകയല്ലേ. അവൾ അത്ഭുതകരമായ വിധത്തിൽ വലിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ. അതെന്തായിരുന്നു ശരിക്കും? അതെ ചേച്ചി, അവൾ 2019 ലാസ്റ്റ് കുവൈറ്റിലേക്ക് വന്നത്. അവൾ നാട്ടിലാണ് പഠിക്കുന്നത്. അപ്പം വിസ റിന്യൂവലിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അവൾ നാട്ടിൽ വെച്ച് തന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര തലവേദന, തലവേദന വരുന്ന സമയത്ത് മരിച്ചാൽ മതിയെന്ന് തോന്നും. ആക്ച്വലി അവളങ്ങനെ ഒരു കൊച്ചല്ല, വേദനയൊക്കെ സഹിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴേ എനിക്ക് വല്ലാത്ത ഒരു വല്ലായ്മ തോന്നി. അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ പാരസെറ്റമോൾ അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ കൊച്ചിവിടെ വന്നു. അപ്പോൾ ഞാൻ ഫ്ലാറ്റിൻ്റെ ഡോറ് തുറക്കുമ്പം അന്ന് വരെ കാണാത്ത ഒരു കൊച്ചിനെ ഞാൻ കാണുന്നത്. അവൾ ഒത്തിരി ടയേർഡാണ്. അതുമാത്രമല്ല ഒരു ചിരിയൊന്നും ഇല്ല മുഖത്ത്. ആദ്യമൊക്കെ എൻ്റെ മുഖം കണ്ടത് അമ്മ എനിക്കൊന്ന് കിടക്കണം, ഇതായിരുന്നു അവളുടെ ഡയലോഗ്. എന്നിട്ട് പിന്നെ ഞാൻ അവളെ കൊണ്ടുവന്ന് കിടത്തി. റെസ്റ്റ് എടുക്കുമ്പോൾ ശരിയാകുമോ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് കഴിഞ്ഞിട്ടും കൊച്ചൊത്തിരി ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, നേരെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, ഞങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുമല്ലോ, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ ചെയ്തപ്പം ഇവിടത്തേനെക്കാട്ടിയും ലോ ആണ് അവിടെ WBC ഒക്കെ. അങ്ങനെ അവർ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു. കാഷ്വാലിറ്റി ഒബ്സർവേഷനിൽ കിടത്തി അഡ്മിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് വാർഡിൽ ബെഡ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ
കാഷ്വാലിറ്റിയിൽ നിന്ന് അഡ്മിറ്റഡായി, പക്ഷേ വാർഡിലെത്തിയില്ല. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായപ്പം വാർഡിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് കണ്ടു. LP MRI CT ഒക്കെ എഴുതി. അപ്പം ഇതൊക്കെ ചെയ്യണം, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ ആകെ ഞങ്ങൾ ഇച്ചിരി കൺഫ്യൂഷനിലായിരുന്നു. എനിവേ ദൈവം സഹായിച്ച് ലീവൊക്കെ അറേഞ്ച്ഡായി. ഞാൻ പെട്ടെന്ന് തന്നെ കൊച്ചിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം, ഇപ്പോൾ ഈ സമയം കൊണ്ട് 1-2 ദിവസം കൊണ്ട് കൊച്ചിൻ്റെ ബോഡിയൊക്കെ ഫുൾ നീരായി. ഈവൻ ഐലിഡ് പോലും നീര് വെച്ച് വീർത്തു. ഇവള് വർത്താനം ഒന്നും പറയത്തില്ല, എന്തെങ്കിലും ചോദിച്ചാൽ മൂളുക മാത്രമേ ചെയ്യത്തുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് കൊച്ചിങ്ങനെ പോയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുമല്ലോ. അമ്മയാകുമ്പോൾ നമുക്കത് സഹിക്കാൻ എന്തോരം ബുദ്ധിമുട്ടാണ്. അതെ. അപ്പം ഞാനിങ്ങനെ അവളോട് ചോദിച്ചു, മോളെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവൾ മൂളി. അത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് കുമ്പസാരിക്കണോ? അന്നേരവും അവൾ മൂളി. അപ്പം ഞാൻ അച്ഛനെ കൊണ്ടുവരാനുള്ള ചെറിയൊരു ഏർപ്പാടൊക്കെ അന്നേരം ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വിസിറ്റിംഗ് ടൈം ആണല്ലോ, അപ്പോൾ അവർക്ക് വിസിറ്റ് ചെയ്യാമല്ലോ. അപ്പം ഹസ്ബൻഡ് ബാഗൊക്കെ ആയിട്ട് വരികയാണ്. അപ്പം വിസിറ്റിംഗ് ടൈം ആകാത്തതുകൊണ്ട് ബാഗ് മാത്രം കൊടുത്തു വിട്ടു. അപ്പോൾ ആ ബാഗിനകത്ത് ഞാൻ നോക്കിയപ്പം നമ്മുടെ നാട്ടിലെ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു പേപ്പറുണ്ട്, അതിൽ മാതാവിൻ്റെ പടമുണ്ട്. അപ്പം ഞാൻ ആ പടം എടുത്ത് അവളുടെ പില്ലോട്ട് അടിയിലേക്ക് വെച്ചു. തലവേദന മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് സത്യം പറഞ്ഞാൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് 2-3 മിനിറ്റുള്ളിൽ ഹസ്ബൻഡ് കയറി വന്ന് കൊച്ചിനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ചങ്ക് തകർന്നു. ശരിക്കും പിന്നീട് എന്നോട് പറഞ്ഞു, അതൊരു പേരൻസ് കുഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ നമ്മളായാലും പേരൻസ് ആണല്ലോ, നമുക്കായാലും അതിൻ്റെതായ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും, എങ്ങനെ അതെല്ലാം ഓവർകം ചെയ്തു എന്നുള്ളതാണ്. അതെ. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് കയറി വന്ന് ഇവളെ ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ. പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാ എടുത്തിരുത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴും മൂളൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ താങ്ങിയെടുത്ത് അവളെ ഭിത്തിയോട് ഇരുത്തിയിട്ട് ഈ തലേണ എടുത്ത് പുറകിലിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം അവൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ചിരി പോലും ചിരിച്ചിട്ടില്ല. അന്ന് ഇരുത്തി കഴിഞ്ഞപ്പം വളരെ മനോഹരമായിട്ട് ഞങ്ങളെ നോക്കിയൊന്ന് ചിരിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഇനി അങ്ങനെയാണോ എന്ന് ഞാൻ ചിന്തിച്ച് ആ ചിന്ത മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കണ്ണ് ഈ പില്ലോ എടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ മാതാവ് ഇങ്ങനെ കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുന്നു. ആ സെക്കൻഡിൽ എനിക്ക് മനസ്സിലായി മാതാവ് വന്നിട്ടുണ്ട് ഇവിടെ. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കിടന്ന ആ മോള് ചിരിക്കത്തില്ലല്ലോ. പിന്നെ നമുക്കൊന്നും പേടിക്കാനേ ഇല്ല, അപ്പൊ തന്നെ കൊച്ചിന് സുഖമായി എന്ന് ബെറ്റ് വിചാരിച്ചു. എനിക്ക് അങ്ങനെ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ തമ്പുരാൻ തന്നു. എന്നിട്ട് പിന്നെ അവൾ പതുക്കെ വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും CT സമയമായി. ഞങ്ങളെ CT ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അന്ന് പകൽ ഫുൾ ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ CT കൊണ്ടുകൊണ്ട് ആവശ്യമില്ല, ഓൾറെഡി അത് മാതാവ് വന്നതുകൊണ്ട് അത് CT നോർമലായിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ CT നോർമലായി. പിന്നെ LP വേണ്ട, MRI വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. CT കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴത്തേനും വാർഡിൽ ബെഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. അപ്പോൾ ഒന്ന് നോക്കിക്കേ, മാതാവ് കാനായിൽ ചെന്ന പോലെ പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ കാര്യങ്ങളും മാതാവ് എല്ലാം ക്രമീകരിക്കുക അവിടെ, അല്ലേ? അതെ. അങ്ങനെ ആ വാർഡിലെ ഏറ്റവും നല്ലൊരു ബെഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്, വിൻഡോ സൈഡിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അച്ഛൻ വരുവാണ് പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നു. അവളെ കുമ്പസാരിപ്പിച്ചു, വിശുദ്ധ കുർബാന കൊടുത്തു, തല കൈവച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ തിരിച്ചുപോയി. ശരിക്കും അതെ. അപ്പോഴേക്കും മോൾ കുറച്ച് ബെറ്റർ ആയിരുന്നിരിക്കണം, ഇല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നല്ലൊരു കുമ്പസാരം നടത്താനും അച്ഛനും മോളോട് കൂടുതലായിട്ട് സംസാരിക്കാനും അവളത് ഉൾക്കൊള്ളാനും ഒക്കെ അവൾക്ക് പറ്റിയല്ലോ. അന്നേരം കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആയി എന്ന് പറയാം, അല്ലേ? അതെ. ആദ്യം ഞാൻ വിളിച്ച സമയത്ത് അച്ഛൻ വന്നിരുന്നെങ്കിൽ കുഞ്ഞു പറയുന്നത് എനിക്ക് പോലും തിരിയത്തില്ല. അതാ പറയുന്നത്, കർത്താവിന് ഓരോന്നിനും ഓരോ സമയമില്ലേ. ആ കർത്താവിനറിയാം എപ്പോൾ അച്ഛൻ വന്നാലാണ് ഇവൾക്ക് കുമ്പസാരിക്കാൻ പറ്റുക എന്നല്ലേ. അങ്ങനെ ഉചിതമായ സമയത്ത് കർത്താവ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്തി പോകുന്നുണ്ടല്ലോ. അങ്ങനെ അച്ഛൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജനറൽ സർജൻ വന്നു. കാരണം ഇവൾക്കൊരു അൾട്രാസൗണ്ട് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ്. അപ്പം ഈ സർജന് ഓപ്പറേറ്റ് ചെയ്യണം. അതിനാണ് അദ്ദേഹം ഓടി വന്നേക്കുന്നത്. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആദ്യത്തെ അമ്മ മാതാവാണെന്ന്. അപ്പം ഡോക്ടർ വന്നു, എക്സാമിനൊക്കെ ചെയ്തു. എക്സാമിൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്നിട്ട് കർട്ടൻ്റെ അകത്തേക്ക് മാതാവിനെ കയറ്റി വിട്ടു. കാരണം ആദ്യത്തെ അമ്മ മാതാവല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതുവരെ മാതാവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെങ്കിൽ ഈ ഒരു കാര്യം കൂടെ എനിക്ക് നടത്തി തരാൻ പറ്റും, ഇല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ജനറൽ സർജൻ വയറൊക്കെ ഞെക്കി നോക്കിയിട്ടും അവൾക്ക് എങ്ങും വേദനയില്ല. അദ്ദേഹം ഫയലിൽ എഴുതി വെച്ചു, നോ സർജിക്കൽ ഇൻ്റർവെൻഷൻ, ഓപ്പറേഷൻ ഒന്നും വേണ്ട. അങ്ങനെ അതും മാതാവ് നടത്തി തന്നു. എന്നിട്ട് പിന്നെ കൊച്ചു ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആയി ഫിസിക്കലി. പക്ഷേ ബ്ലഡ് വാല്യൂസ് എല്ലാം താണു പോകുമായിരുന്നു.
അപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് 35-40 ആ ഒരു റേഞ്ചിലായിരുന്നു അന്നേരം ഒന്ന് അതിൻ്റെ ഓർമ്മ. അപ്പോഴത്തേക്കും ട്രാൻസ്ഫ്യൂഷനൊക്കെ എല്ലാം റിക്വസ്റ്റ് ചെയ്ത് റെഡിയാക്കി. പക്ഷേ അന്നേരം നമ്മുടെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു പപ്പായ ലീഫിൻ്റെ ചാറ് കൊടുത്താൽ പ്ലേറ്റ്ലെറ്റ് ഇമ്പ്രൂവ് ആകും എന്ന്. അപ്പോൾ എവിടെ നിന്ന് കിട്ടി ഈ പപ്പായ ലീഫൊക്കെ? നേഴ്സസ് മിനിസ്ട്രി പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അതായത് കുവൈറ്റിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള നേഴ്സുമാർ നാട്ടിൽ നിന്ന് വന്നത് പപ്പായയുടെ ഇലയും കൊണ്ടാണ്. ഞങ്ങൾ 2 ഫ്രിഡ്ജും പപ്പായയുടെ ഇല കൊണ്ട് നിറഞ്ഞു. പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഇടേണ്ടി വന്നു, ഇനി ആരെയും ഇല കൊണ്ടുവരണ്ടെന്ന്. അതാണ് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ ബലം. നമ്മൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്നതിനും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സ് സഹായിക്കുന്നതിനും എല്ലാം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിനും എല്ലാം ഈ കൂട്ടായ്മ നമ്മളെ ഒത്തിരിയേറെ വളർത്തുന്നുണ്ട്. തീർച്ചയായും ചേച്ചി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം അപ്പോൾ അന്ന് 60 എങ്ങാണ്ടാണ് അന്നത്തെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പം ഞാൻ എല്ലാ ദിവസവും ഹസ്ബൻഡിനോട് ചോദിക്കും. അപ്പോൾ അന്ന് ചുമ്മാ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഹസ്ബൻഡിനോട് ചോദിച്ചു ഇന്ന് എത്രയായിരിക്കും പ്ലേറ്റ്ലെറ്റ്? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു 80, അങ്ങനെ ഏറ്റവും ഒരു 85 ആ റേഞ്ചിൽ ഇത് കൂടുന്നുള്ളല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ വിശുദ്ധ കുർബാന കൊടുത്തതാന്ന് ഓർത്തിട്ട് വേണം മറുപടി പറയാൻ, അതുകൊണ്ട് ഒന്നുകൂടെ പറയാം എത്ര ആയിരിക്കും എന്ന് ചോദിച്ചു. അന്നേരം പപ്പ പറഞ്ഞു മാക്സിമം 100. പക്ഷേ റിപ്പോർട്ട് വന്നപ്പം നമ്മുടെ റെഫറൻസ് റേഞ്ച് തുടങ്ങുന്നത് 150 150. ഇവൾക്ക് കറക്റ്റ് 150 ഉണ്ട്. അത് കണ്ടത് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തോളം പറഞ്ഞു. അത് ശരിക്കും ഈശോയുടെ തിരുരക്തവും തിരുശരീരവും അവളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണെന്ന് എനിക്ക് സംശയമില്ലാണ്ട് പറയാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും പറ്റി. ഇത് മാത്രമല്ല ചേച്ചി, ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവൾക്ക് 3 വയസ്സ് മുതൽ അനീമിയ ഉണ്ടായിരുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല. എങ്കിലും ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് നാട്ടിൽ ചെന്നു. നമ്മുടെ 2 പ്രാവശ്യം അവൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഇപ്പോഴും അവളുടെ HB പിന്നീട് ഒരിക്കലും ലോ ആയിട്ടില്ല. അത് മാത്രമല്ല, അതിൽ നിന്ന് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. സങ്കീർത്തനം പറയത്തില്ലേ, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എന്നാലും കർത്താവെ അങ്ങേക്ക് എന്നെപ്പറ്റി കരുതലുണ്ടെന്ന് എന്ന് പറയുന്ന പോലെ നമുക്ക് ബന്ധങ്ങളിലും ഒത്തിരി കുറവുകളൊക്കെ ഉള്ള മനുഷ്യരല്ലേ നമ്മൾ. പക്ഷെ എന്നാലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ കൈ നീട്ടിയാൽ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്ന് മാത്രമല്ല നമ്മളെ കരുതുകയും ചെയ്യും എന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായി. പറ്റി ഞാനും ഒരു അമ്മയാണ്. സ്വന്തം കുഞ്ഞിങ്ങനെ മരണത്തോട് മല്ലടിക്കുമ്പോൾ എങ്ങനെയാണ് മോക്ക് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണോ എന്ന് എങ്ങനെയാണ് ചോദിക്കാൻ അതൊക്കെ എങ്ങനെ ചോദിക്കാൻ പറ്റി? എനിക്കാണെങ്കിൽ ചോദിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് ചേച്ചി, എനിക്ക് കർത്താവ് ഒരു ബോധ്യം തന്നേക്കുന്നത് നട്ടതും വളർത്തുന്നതും കർത്താവാണ്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആൾ മാത്രമല്ലേ. അതെ, അത് ശരിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിക്കൊരു പേന എഴുതാൻ തന്നാൽ ചേച്ചിയുടെ ആവശ്യം കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ എനിക്ക് തിരിച്ചു തരണ്ടേ? ആവശ്യം കഴിഞ്ഞാലും ഇല്ലേലും ഞാൻ ചോദിച്ചാൽ എനിക്ക് തിരിച്ചു തരണ്ടേ എന്ന് പറയുന്ന പോലെ അതുപോലെയാണ് ദൈവം നമുക്ക് ഓരോരോ ദാനങ്ങൾ തന്നേക്കുന്നു. ആവശ്യമുള്ളപ്പം ദൈവം അത് തിരിച്ചെടുക്കും. അതുകൊണ്ടാണല്ലോ ജോബ് അങ്ങനെ പറഞ്ഞത്. അതെ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തട്ടെ. അതെ അതെ, ശരിക്കും നമ്മൾ ഭൂമിയിലെ വളർത്തുമാതാക്കൾ മാത്രമാണ്. പെറ്റി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കരുണയാണ് അല്ലേ? അതെ ചേച്ചി, എനിക്ക് 2003 മുതൽ ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. 2017 ആയപ്പോൾ എന്നോട് ഹിസ്റ്റക്ടമി ചെയ്യാൻ പറഞ്ഞതാണ്. കാരണം ഡോക്ടർ അന്നേ സസ്പെക്റ്റ് ചെയ്തിരുന്നു ഇത് മാരകമായ എന്തെങ്കിലുമൊക്കെ അസുഖം, ക്യാൻസർ പോലെ ആയേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷമായില്ലേ, ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങളൊക്കെയായി ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഡോക്ടർ ഇപ്പോഴും പഴയ പോലെ തന്നെ എടുത്ത് കളയണം എന്നാണ്, യൂട്രസ് എടുത്ത് കളഞ്ഞേ പറ്റൂ എന്നുള്ളതിലാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ അന്നൊരു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നെനിക്ക്, ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. നേഴ്സസ് മിനിസ്ട്രിയിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ബയോപ്സി വരുന്നത് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, പക്ഷേ പ്രിപ്പയർ ഫോർ ഹിസ്റ്റക്ടമി. അപ്പം ഒരു ക്യാൻസർ എന്നുള്ള രീതിയിൽ തന്നെ ഞാനും അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആയാലും ദൈവം തരുന്നതല്ലേ. എന്നിട്ട് ഒരു മേജർ സർജറി ഉണ്ടാവും എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അഖണ്ഡ ജപമാലയും ഫാസ്റ്റിംഗ് എടുത്ത് നേഴ്സസ് മിനിസ്റ്റർക്കാർ പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് ബയോപ്സി വന്നപ്പം നോർമലായിരുന്നു. അങ്ങനെ ഒരു മേജർ സർജറി മാറിക്കിട്ടി. ശരിയാ, ബെറ്റിക്കും ബെറ്റിയുടെ കുടുംബത്തിനും മേൽ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു, വലിയൊരു സാക്ഷ്യമായി മാറിയിരിക്കുന്നു അല്ലേ? അതെ ചേച്ചി, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം ഈശോയുടെ കാസയിലേക്ക് നമ്മൾ വീഞ്ഞും വെള്ളം ഒഴിക്കുമ്പോൾ എൻ്റെ കണ്ണുനീരാണ് ആ വെള്ളത്തിന് പകരം എന്നതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ഇപ്പോഴാണെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ
എന്നെപ്പോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കണ്ണുനീരാണ് അച്ഛനൊഴിക്കുന്ന ആ വെള്ളത്തുള്ളികൾ എന്ന് പറഞ്ഞാണ് ഞാൻ സമർപ്പിക്കുന്നത് എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും എണ്ണ തേപ്പിക്കുമ്പോഴും ഒക്കെ ഞാൻ ഓരോ അവയവങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ടാണ് എണ്ണ തേക്കുന്നത്. ഈശോയുടെ മാർഗത്തിൽ കാലിൽ എണ്ണ തേക്കുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഈശോയുടെ മാർഗത്തിൽ നിന്ന് ഈ കാലുകൾ വേറെ വഴിക്ക് പോകാൻ ഇടയാകരുതേ, കൈകളിൽ സൽപ്രവൃത്തികൾ ചെയ്യാൻ ശക്തമാക്കണമേ. അങ്ങനെയൊക്കെ ഓരോ അവയവത്തിനെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് എണ്ണ തേക്കുന്നത്. അപ്പം അങ്ങനെ എണ്ണ തേച്ചത് കൊണ്ടാകാം, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാകാം ഇന്നും മക്കളെല്ലാവരും കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടില്ല. കർത്താവ് ഈശോയെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നതിനുള്ള കൃപ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നേഴ്സിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകളെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും കർത്താവ് തുണയുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ അറിയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.